ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മീഡിയവൽ ഇന്ത്യ കൾച്ചറൽ മൊമെൻറ്റ്സ് എന്ന പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് നോക്കാം. വാട്ട് ഈസ് ദ ഭക്തി മൊമെൻറ്റ്? ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺ ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൊമെൻറ്റ്. എന്താണ്? ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം അർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം. ഓക്കെ, who were known as Alvar and Nayanas. Bhakta poet who lived in South India composed hymns and devotional songs that expressed the unwearying devotions of their favorite deity. These Bhakta poets were devotee of Vishnu known as Alvar and devotee of Shiva known as Nayanas. അപ്പോൾ എന്താണ്? ആഴ്വാന്മാരെന്ന് പറഞ്ഞാൽ ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. വിഷ്ണു ഭക്തരായ ആഴ്വാന്മാരും ശിവഭക്തരായ നായനാന്മാരും. ഓക്കെ, ഇവരാണ് ഭക്തകവികൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ 7th and 12th century. എന്താണ്? 7ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന എന്താണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എഴുതാൻ പിന്നെ എന്താ? കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ് ഇൻ വെർണാകുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങളുടെ രചനയും ആലാപനവും. പിന്നെ ഡീപ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡയറ്റി, അല്ലേ? പ്രിയപ്പെട്ട ദൈവത്തോടുള്ള അഗാധമായ ഭക്തി. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള സ്നേഹവും അർപ്പണവും. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ടു വുമൺ, സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം. പിന്നെ ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് കാസ്റ്റ് എന്ന് പറയുകയാണ്. എന്താ? ജാതി നോക്കാതെ എല്ലാവർക്കും തുല്യ. നോക്കാം. എ നോട്ട് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ്സ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ സോഷ്യൽ സിസ്റ്റം. എന്താണ്? ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. നോക്കാം. ദ ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാട്, അല്ലേ? തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടതെന്ന് പറയാം. പിന്നെ ആൾവാസ് ആൻഡ് നാനാസ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാകുലർ ലാംഗ്വേജ് വിച്ച് ഹെൽപ്പ് ഇൻ ദ സ്പ്രെഡിങ് ഓഫ് ഡിവോഷണൽ എമംഗ് പീപ്പിൾ, അല്ലേ? എന്താണ്? ആൾവാന്മാരും നായനാന്മാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിപ്പിച്ചു, അല്ലേ? ദ കോമ്പോസിഷൻ ഓഫ് ഭക്തി പോയറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓഫ് ദി കോമൺ പീപ്പിൾ വെൻ ദി ഈവിൾ പ്രാക്ടീസ് ആൻഡ് ഇൻഇക്വാലിറ്റി ആൻഡ് ഡോമിനൻ്റ്. എന്താണ്? അനാചാരങ്ങളും അസംസ്കൃതങ്ങളും ശക്തമായിരുന്ന ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു എന്നൊക്കെ പറയാം. ഓക്കെ, എന്നത് മീനിംഗ്ലെസ് കസ്റ്റമറി പ്രാക്ടീസ് ദാറ്റ് പ്രിവീൽഡ് ഇൻ ദ സൊസൈറ്റി വർ ക്വസ്റ്റ്യൻഡ്. എന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന എന്താണ് ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു, അനാചാരങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. പിന്നെന്താ? irrespective of caste, all sections of the society were attracted to the ഭക്തി മൂവ്മെൻറ്റ്സ്. എന്താണ്? ജാതിഭേദമന്യേ എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ഓക്കെ, പിന്നെന്താണ്? ആഴ്വാന്മാരുടെയും നയനാന്മാരുടെയും പോയിന്റ് ഓഫ് ദ ഭക്തി കൂടുതൽ സജീവമാക്കിയെന്നൊക്കെ പറയാം. ഡിവോട്ടി ഓഫ് വിഷ്ണു നോക്കാം. എന്താണ്? കുലശേഖര ആഴ്വാർ, അല്ലേ? പെരിയ ആഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ഇനി ഡിവോട്ടി ഓഫ് ശിവ എന്ന് എഴുതാം. എന്നിട്ട് അമ്മയാർ, പിന്നെ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസങ്കർ. ഓക്കെ, അങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് എ നോട്ട് എബൌട്ട് ദ അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറയാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century CE. Allama Prabhu and Akkama Mahadevi lead the discussion in the Anubhava Mandapam. Everyone was allowed to participate in the discussion irrespective of caste and gender. എന്താണ്? 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ്മ പ്രഭു, അക്കമ്മ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പിന്നെ ജാതി, ലിംഗ വ്യത്യാസം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു, അല്ലേ? പീപ്പിൾ യൂസ്ഡ് ടു കം ടു അനുഭവ മണ്ഡപം ഫോർ എ സ്പിരിച്വൽ ഡിസ്കഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് നോളജ്, അല്ലേ? ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിലെത്തിയത്. പിന്നെ ദ ഐഡിയ ദാറ്റ് എമർജ്ഡ് ഇൻ ദ ഡിസ്കഷൻ വർ കൺവീൻഡ് ടു ദ പീപ്പിൾസ് ഇൻ ദ നെയിം ഓഫ് ദ വചനാസ്, അല്ലേ? ചർച്ചകളിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ,
ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. എന്താ ഇതിൽ നിന്നും അക്കാലത്ത് സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. എന്തൊക്കെ പറയാം, നമുക്ക് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലേ, ചൈൽഡ് മാരേജ് ഒക്കെ നിലനിന്നിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ? ആരാണ്? ബസവണ്ണ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ? വീരശൈവ മൂവ്മെൻറ്റ്. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്സ്? ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ ആശയം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി. ഓക്കെ, റൈറ്റ് ദ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി വീരശൈവ മൂവ്മെൻറ്റ്സ്. എന്താണ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? എന്താണ്? ബ്രാഹ്മണിക്കൽ സൂപ്രമസി ആൻഡ് ഒതൻസിറ്റി ഓഫ് ദി വേദാസ് വെർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. പിന്നെ അടുത്ത എന്താ? പീപ്പിൾ വെർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദ വുമൻ അല്ലേ. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെ മോണോദിസം വാസ് എൻകറേജ്ഡ്. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. കൺവീനിയൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ അല്ലേ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഓക്കെ, പിന്നെ അടുത്തത് ഹി അപ്പോസ്ഡ് ചൈൽഡ് മാരേജ് അല്ലേ. പിന്നെ ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ ദ പ്രോബർട്ടി ആൻഡ് വിഡോ മാരേജ്. ശൈശവവിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ദ വീരശൈവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇൻഇക്വാലിറ്റി. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. വീരശൈവ മൂവ്മെൻറ്റ് വാസ് എ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഫൗണ്ടഡ് ബൈ ബസവണ്ണ ഇൻ ദ 12th century അല്ലേ. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ബസവണ്ണ ഡിസൈഡഡ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾക്കെതിരെ മനസ്സിലാക്കി കൊടുക്കാനാണ് ബസവണ്ണ ഇത് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി ബസവണ്ണ പുട്ട് ഫോർവേഡ് ദ വിഷൻ ബേസ്ഡ് ഓൺ ദ ഫ്രീഡം, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഇനി ത്രൂ ദ വീരശൈവ മൂവ്മെൻറ്റ്സ് ഫൗണ്ടഡ് ബൈ ഹിം, he coordinated these ideas of Brahmanical supremacy and the authenticity of the Vedas were questioned അല്ലേ. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെ ഈ ആശയങ്ങളാണ് പ്രകോപിപ്പിച്ചത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും അദ്ദേഹം ചോദ്യം ചെയ്തു. ഓക്കെ, ഇനി ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദ വുമൻസ് ഒക്കെ പറഞ്ഞതാണ്. അതൊന്നും കൂടി പറയാം. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനും വരെ ബോധവൽക്കരിച്ചു. പിന്നെ മോണോദിസം, ഏകദൈവ വിശ്വാസം. കൺവീനിയൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് ഓഫ് ദി വർക്ക് ആൻഡ് ലേബർ അല്ലേ. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. പിന്നെ ഓപ്പോസിറ്റ് ചൈൽഡ് മാരേജ്. അപ്പം ശൈശവ വിവാഹത്തെ എതിർക്കുകയും പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത യു ഹാവ് റീഡ് ദ കബീർസ് ദോഹാസ് ആൻഡ് സ്റ്റോറീസ് ടെക്സ്റ്റ് ബുക്ക് പേജ് 30 ആൻഡ് യുവർ ഫൈൻഡിങ്സ് ബിലോ. ആ ടെക്സ്റ്റ് ബുക്കിൽ ആ 30 ആ കബീറിൻ്റെ ഇത് വായിച്ചിട്ട്, സ്റ്റോറി വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കബീറിൽ നിന്ന് മനസ്സിലായത് വെച്ചാൽ അത് അവിടെ എഴുതാനാണ് പറഞ്ഞത്. നോക്കാം. പീപ്പിൾ കോൾ ഗോഡ് ബൈ ഡിഫറെൻറ്റ് നെയിംസ് അല്ലേ. ദൈവത്തെ പലവിധ പേരിൽ വിളിക്കുന്നു. പിന്നെ കബീർ മേഡ് പീപ്പിൾ തിങ്ക് അഗെയിൻസ്റ്റ് ദ സൂപ്പർസ്റ്റിഷൻസ് അല്ലേ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഒൺലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ബി അക്വയർ ദ ഡിസീസ് അല്ലേ. ചികിത്സയിലൂടെ മാത്രമേ രോഗം ഭേദമാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. പിന്നെ ഹി റിജക്റ്റഡ് ദ റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. മതപരമായ എല്ലാം അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു. പിന്നെന്താ, ഹി കൺവീനിയൻസ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നസ് ഓഫ് ദ വർക്ക് ആൻഡ് ലേബർ. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ് അല്ലേ. തൊഴിലിൻ്റെ മഹത്വമുള്ളതാണെന്ന്, ഏത് തൊഴിലും മഹത്വമുള്ളതാണെന്ന് കബീർ പറഞ്ഞു. പിന്നെന്താ, കബീർ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് സാഹോദര്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നൊക്കെ പറയാം. ഇനി അതുപോലെ തന്നെ ഒരു കഥ തന്നിട്ടുണ്ട് ഗുരുനാനാക്കിൻ്റെ. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് ചോദിച്ചത്. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കരുത്. പിന്നെന്താണ് അപ്പോളജൈസ് ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ് അല്ലേ. തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ക്ഷമ ചോദിക്കണം. പിന്നെ ബി ഹോണസ്റ്റ് ഇൻ ലൈഫ് അല്ലേ. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഓക്കെ, അടുത്ത് നോക്കാം. മേക്ക് എ നോട്ട് ഓൺ ദ മെത്തേഡ്സ് ഓഫ് അഡോപ്റ്റഡ് ബൈ ഗുരു നാനാക്ക് ടു പ്രൊപ്പഗേറ്റ് ദ ഐഡിയാസ് ഓഫ് റിലീജിയസ് ടോളറൻസ് ആൻഡ് യൂണിവേഴ്സൽ മദർഹുഡ്. മതസഹിഷ്ണുത, പിന്നെ സാഹോദര്യം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഗുരു നാനാക്ക് സ്വീകരിച്ച മാർഗ്ഗങ്ങൾ നോക്കാം. ഗുരു നാനാക്ക് അറ്റംപ്റ്റ് ടു ഹാർമണൈസ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ്. എന്താണ്, വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. പിന്നെന്താണ്, ഹി ട്രാവൽഡ് വിത്തിൻ ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്. എന്താണ്, തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. പിന്നെ ഹി അറ്റംപ്റ്റ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് ഗോഡ്. അല്ലേ, മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനക്ക് എതിർത്തു. ഹി പ്രൊമോട്ടഡ് ദ ഐഡിയൽ ഓഫ് ഈക്വാലിറ്റി, ബ്രദർഹുഡ്, ഗുഡ്നെസ് ആൻഡ് റിലീജിയസ് ടോളറൻസ്. ഏകദൈവ വിശ്വാസം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്താണ്, തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, സഹിഷ്ണുത എന്നിവയൊക്കെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഒക്കെ പറയാം. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഐഡിയോളറി, എന്താണ്, പിൽഗ്രിമിനേജ് എക്സെട്ര റിജക്റ്റഡ്. അല്ലേ, അദ്ദേഹം റിജക്റ്റ് ചെയ്യും. എന്താണ്, വിഗ്രഹാരാധനയും പിന്നെ ജാതി വിവേചനം എന്നൊക്കെ പറയാം, തീർത്ഥാടനം എന്നിവയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്തു. പിന്നെ ഇക്കണോമിക് ഇൻഇക്വാലിറ്റി വാസ് ക്വസ്റ്റ്യൻഡ് ആൻഡ് പീപ്പിൾ വെർ എൻകറേജ്ഡ് ഒബ്റ്റെയിൻ ദം ദ യൂസിങ് ഇൻടോക്സിക്കൻ്റ്. എന്താണ്, സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്ത് പിന്നെ ലഹരി വിവർജനത്തെ അദ്ദേഹം ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നൊക്കെ പറയാം. പിന്നെ എന്താണ്, ഹി എംപസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ലങ്കാർ ഓഫ് കമ്മ്യൂണിറ്റി കിച്ചൺസ് വെർ ഓൾ ക്ലാസസ് ഓഫ് ദി പീപ്പിൾ കുഡ് ഈറ്റ് ടുഗദർ. എന്താണ്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ലങ്കാർ, അല്ലേ, അഥവാ പൊതു അടുക്കള അദ്ദേഹം വ്യക്തമാക്കി. പിന്നെ അടുത്തത്, ഹീസ് ഐഡിയാസ് ലെറ്റർ പൗഡ് ദ വേ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സിക്കിസം. അല്ലേ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൻകാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഓക്കെ, ബർത്ത് പ്ലേസ് ഓഫ് ഗുരു നാനാക്ക്, താൽവണ്ടി ഇൻ ഷേഖ്പുര, പഞ്ചാബ്. ഓക്കെ, ഇനി ഡിസ്കസ് ദി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ മീരാബായി, അക്കമ്മ മഹാദേവി എക്സെട്ര ഇൻ ദ ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. എന്നാൽ ഭക്തി മൂവ്മെൻറ്റിൽ എന്താണ്, അക്കമ്മ മഹാദേവിയും മീരാബായിയും എന്തൊക്കെ പങ്കാണ് വഹിച്ചിരിക്കുന്നത് നോക്കാം. വിത്തിൻ ദ അഡ്വെൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് മെനി വുമൻസ് ടു കമ്പോസിങ് ആൻഡ് സിംഗിങ് ഹൈമൻസ് സോങ് ടു വർഷിപ്പ് ദ ഡൈറ്റി ഓഫ് ദെയർ ചോയ്സ്. അല്ലേ, എന്താണ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോട് കൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനെയും കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതും ആലപിക്കുന്നതും ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വന്നു. പിന്നെ മീരാബായി വാസ് ദ രജപുത്ര പ്രിൻസ് ഹു ലിവ്ഡ് ഇൻ ചിത്തൂർ, രാജസ്ഥാൻ, ഗീവ് അപ്പ് ഓൾ വേൾഡ്ലി കംഫോർട്ട് ദ ഇമ്മറസ്ഡ് ഹെർസെൽഫ് ടു ഡിവോഷൻസ് ടു കൃഷ്ണ ഭജൻസ് ഓഫ് കമ്പോസ്ഡ് ബൈ ദ മീരാബായി ആർ വെരി പോപ്പുലർ. അല്ലേ, എന്താണ്, രാജസ്ഥാനിലെ ചിത്തൂരിൽ ജീവിച്ചിരുന്ന രാജകുമാരിയായിരുന്നു മീരാബായി. പിന്നെ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി മീരാബായി രചിച്ച കൃഷ്ണഭജനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ഇനി അടുത്തത്, കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വെർ ദ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഫ്രം തമിഴ്നാട്. കാരക്കൽ അമ്മയാറും ആണ്ടാളും എന്താണ്, തമിഴിലെ പ്രശസ്തി ആർജിച്ച പോയറ്റസസ് ആണ്. പിന്നെ ദെയർ കമ്പോസിഷൻ എക്സ്പ്രസ്ഡ് ഡീപ് ഡിവോഷൻ, ദെയർ ഫേവറേറ്റ് ആയിട്ട് എന്താണ്, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. പിന്നെ അക്കമ്മ മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ വീരശൈവ മൂവ്മെൻറ്റ്സ്. അല്ലേ, ഷീ ലീഡ് ദ ഡിസ്കഷൻ അഗെയിൻസ്റ്റ് ദ സോഷ്യൽ സ്പിരിച്വൽ ഓക്കെ വുമൻസ് ഫേസ്ഡ് ദോസ് ഡേയ്സ്. അല്ലേ, എന്താണ്, എന്താ പറയുക, വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു നമ്മൾ അക്കമ്മ മഹാദേവി. അല്ലേ, പിന്നെ എന്താണ്, സ്ത്രീകൾ നേരിടുന്ന സാമൂഹ്യവും മായ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്തു, അടിച്ചമർത്തി. ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകി. ഓക്കെ, എനിക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത്, ബഹിനിബായ് ആൻഡ് സായിറാബായ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ലാൽ ദേവ് ഇൻ കാശ്മീർ. എന്താണ്, മഹാരാഷ്ട്രയിലെ ബാഹിനിബായും സാറാബായും ഒക്കെ എന്താണ്, ഭക്തി പ്രസ്ഥാനത്തിലെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ ദ മെയിൻ റിസൾട്ട് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. എന്താണ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, ദെർ വാസ് എ പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്പേസ്. അല്ലെ, സാമൂഹ്യവും മതപരമായ മേഖലകളിൽ പുരോഗമനത്തിന് മാറ്റങ്ങളുണ്ടായി. പിന്നെ ദ കോൺസെപ്റ്റ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്പെഷ്യൽ പ്രിവിലേജസ് വേറെ ക്വസ്റ്റ്യൻ. അല്ലേ, ജാതി വ്യവസ്ഥയും പ്രത്യേക പദവികളും ചോദ്യം ചെയ്യപ്പെട്ടു. പിന്നെ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി എമേർജ്ഡ്. അല്ലേ, എന്താണ്, സാമൂഹ്യ അസമത്വം ആശയം ഉയർന്നു വന്ന്. തോട്ട്സ് ഓഫ് അബൌട്ട് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി between men and women were formed to convince people about the greatness of occupation. എന്താണ്, സാമൂഹ്യവും അസമത്വം ആശയം ഉയർന്നു വന്നു. പിന്നെ എന്താ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത എന്ന ആശയത്തെക്കുറിച്ചുള്ള ചിന്തകൾ രൂപപ്പെട്ടു. അല്ലേ, തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധപ്പെടുത്തിയിരുന്നു. This incident tells us that Khusro, who was not afraid of death, was afraid of the displeasures of his Sufi saints. Nizamuddin Auliya ടെക്സ്റ്റ് ബുക്ക്
34. Which else did you learn from this story? എന്നുവെച്ചാൽ മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഒലിയുടെ എന്താണ് അപ്രീതിയെ ഭയപ്പെട്ടു. ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ അത് എഴുതിയാൽ മതി. എന്താണ്? സൂഫി വാണ്ടഡ് ടു സ്റ്റേ എവേ ഫ്രം വെൽത്ത് ആൻഡ് പവർ അല്ലേ. എന്താണ്? അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആര് തീരുമാനിച്ചു? സൂഫി വര്യന്മാർ തീരുമാനിച്ചു. പിന്നെന്താണ്? സൂഫി ഗീവ് ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. എന്താ? ആത്മീയമായ എന്താണ് ജീവിതത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു ആര്? സൂഫിയാർ. ഇനി വാട്ട് ഈസ് സൂഫിസം? എന്താണ് സൂഫിസം എന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ സൂഫിസം ഈസ് എൻ ഇസ്ലാമിക് ഡിവോഷണൽ മൂവ്മെൻറ്റ്സ് വിച്ച് ഓറിജിനേറ്റഡ് ഇൻ സെൻട്രൽ ഏഷ്യ. എന്താണ്? മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഓക്കെ, അടുത്ത് നോക്കാം. പ്രിപ്പയർ ദ ഇൻഫോർമേഷൻ റിക്വയർഡ് ടു മേക്ക് എ ഫ്ലിപ്പ് ബുക്ക് ഓൺ സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ഫ്ലിപ്പ് പേജ്. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം എന്താണ് ആ ഫ്ലിപ്പ് പേജ് എങ്ങനെയാണ്, ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ എഴുതാനുള്ള കണ്ടൻറ്റ്, ഓരോ പേജിലും എഴുതാനുള്ള കണ്ടൻറ്റ് ടീച്ചർ അവിടെ പോയിൻ്റായിട്ട് തന്നിരിക്കുന്നുണ്ട്, അത് എഴുതാം. ഓക്കെ, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, പ്രിപ്പയർ എ നോട്ട് ഹൗ ടു ദ ഭക്തി മൂവ്മെൻറ്റ്സ് ഹെൽപ്ഡ് ഇൻ ദ ഗ്രോയിങ് വെർണാകുലർ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷയുടെ വളർച്ചയിൽ ഭക്തി പ്രസ്ഥാനം എങ്ങനെ സഹായിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റർ യൂസ്ഡ് ടു വെർണാകുലർ ലാംഗ്വേജ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് ദ കോമൺ പീപ്പിൾ. ദിസ് ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് ദ റീജിയണൽ ലാംഗ്വേജ് അല്ലേ. എന്താണ്? ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചു. ഭാഷകൾക്കിടയിൽ അവയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സാധാരണക്കാരുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. ഓക്കെ, ഇനി അടുത്തത് മെനി ഡിവോഷണൽ പോയംസ് ആർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജ് ഓഫ് ലൈക്ക് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എക്സെട്ര അല്ലേ. തമിഴ്, പഞ്ചാബി, മലയാളം, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലൊക്കെ നിരവധി ഭക്തി ഗാനങ്ങൾ രചിച്ചു. പിന്നെ മെനി അതേഴ്സ് ലിറ്റററി വർക്ക് ഇൻ വെർണാകുലർ ലാംഗ്വേജ് ഓൾസോ ബി കമ്പോസ്ഡ് അല്ലേ. നിരവധി പ്രാദേശിക ഭാഷകൾ മറ്റു പല സാഹിത്യ കൃതികളും രചിക്കപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തത് അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റർ ഇൻ ഉറുദു ലാംഗ്വേജ് അല്ലേ. ഇതാണ് അമീർ ഖുസ്രു, പിന്നെ പ്രമുഖനായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. ഓക്കെ, ഈ കാലഘട്ടത്തിൽ ഉറുദു ഭാഷയിൽ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു. പിന്നെ കബീർ ദോഹാസ് ആൻഡ് എൻറിച്ചഡ് ഹിന്ദി ലാംഗ്വേജ്. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജ്. ദിസ് ലീഡ് ടു ദ റിജുവനേഷൻ ഓഫ് ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയിൽ സമന്വയമാക്കി എന്തുവനെ മഹാഭാരത, രാമായണമൊക്കെ തുടങ്ങിയ കൃതികൾ വിവിധ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇത് ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും എന്താണ് പുനരുജ്ജീവനത്തിന് കാരണമായി എന്നൊക്കെ പറയാം. ഓക്കെ, how the Bhakti Sufi movements contributed to the emergence of a syncretic culture in modern India. The medieval Indian society was characterized by the severe hierarchical issues and social inequalities. എന്താണ്? പിന്നെ ആധുനിക ഇന്ത്യയിലൊരു സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തിന് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെ സംഭാവന നൽകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്താ മധ്യകാല ഇന്ത്യയിൽ സമൂഹം കടുത്ത പ്രശ്നങ്ങളും സാമൂഹ്യ അസമത്വങ്ങളും നിറഞ്ഞതായിരുന്നു. ഓക്കെ, ഈ ഭക്തി സൂഫി മൂവ്മെൻറ്റ് ഹാവ് പ്ലേഡ് ടു ക്രിട്ടിക്കൽ റോൾ ഇൻ റിഡ്യൂസിങ് കോൺഫ്ലിക്ട്സ്, ബ്രിങ്ങിങ് പീപ്പിൾസ് ടുഗദേഴ്സ് ആൻഡ് ക്രിയേറ്റിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസസ് ആൻഡ് ഹാർമണി. എന്താണ്? സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിലും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതൊക്കെ എന്താ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതൊക്കെ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ദീസ് മൂവ്മെൻറ്റ്സ് വെർ ടു സക്സസ്ഫുൾ ബ്രിങ്ങിങ് ദ ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയസ് ഓഫ് കോമൺ പീപ്പിൾ അല്ലേ. എന്താണ്? വിവിധ മതങ്ങളുടെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതും വിജയിച്ചു. പിന്നെ എന്താണ്? ഇത് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് ഹെൽപ്ഡ് ടു പീപ്പിൾ ബിലോങ്ങിങ് ടു ദ ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഓഫ് കോ എക്സിസ്റ്റ്. എന്താണ്? ഭക്തിയുടെയും സൂഫി ആശയങ്ങൾ സ്വാധീനം വിവിധ ജാതിയിലും മതങ്ങളിലും പെട്ട ആളുകളെ എന്താണ് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, പിന്നെന്താ? The hallmarks of the modern Indian society such as communal harmony, unity and diversity, fraternity, equality and pluralism have involved from the influence of Bhakti Sufi movement. എന്താണ്? ആധുനിക ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ മുദ്രകളായ സാമൂഹ്യ സൗഹാർദ്ദം, പിന്നെ നാനാർത്ഥത്തിൽ ഏകത്വം, സാഹോദര്യം, സമത്വം, ബഹുസ്വരത എന്നിവ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കാൻ
സ്വാധീനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ എറണാകുളം ലാംഗ്വേജ്. എന്നാൽ പ്രാദേശിക ഭാഷയിൽ പ്രധാന സാഹിത്യ കൃതികളും രചയിതാക്കളെ അവിടെ താഴെ തന്നിട്ടുണ്ട്. നോക്കാം. എറണാകുളം ലാംഗ്വേജ് തമിഴിലെ ലിറ്റററി വർക്ക്സ് എന്താണ്? 4000 ദിവ്യപ്രബന്ധം ആഴ്വാറാണ്. തിരുമുറൈകൾ നയനാസ്. ഇനി കന്നഡയിലെ വചനാസ് ആണ്. ആരാണ് എഴുതിയത്? ബസവണ്ണ, അക്കമ്മ മഹാദേവി, അള്ളമ്മ പ്രഭു. അടുത്തത് തെലുങ്കാണ്. ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത എന്താണ്? ആരാണ് എഴുതിയത്? നന്നയ്യ തിക്കണ്ണ യാരപ്രവകഥ. ഓക്കെ, ഇനി ബംഗാളി ഗീതാ ഗോവിന്ദൻ, ജയദേവൻ. പിന്നെ അടുത്തത് പത്മാവത്. ഹിന്ദിയിൽ പത്മാവത് ആരാണ്? മാലിക് മുഹമ്മദ്, മാഡ് ജെയ്സി അല്ലേ. ഇനി അടുത്തത് മലയാളത്തിൽ ജ്ഞാനപ്പാന അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരാണ്? പൂന്താനം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. പിന്നെ അടുത്തത് മുഹയുദ്ദീൻ മാല എഴുതിയത് ഗാസി മുഹമ്മദ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് ആണ്. അത് അവിടെ തന്നിട്ടുണ്ട്, എഴുതുക. പിന്നെ ഇമ്പോർട്ടൻസ് മൂവ്മെൻറ്റ്സ് ഹൂ വെർ ഇൻ പാർട്ട് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്സ് അതും അവിടെ തന്നിട്ടുണ്ട്, എഴുതുക. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ്, അതിൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്, എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.